മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഒരു പുതിയൊരു മോർണിംഗ് സർക്കിളിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അബി സാറാണ്. സാറിനെ കുറേ നാളായി കണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാരോ സജന മാം നാട്ടിലെ ആളുണ്ട് എന്നുള്ളത്. വെക്കേഷനായിട്ട് നാട്ടിലാണല്ലേ? അതെ അതെ. അപ്പൊ സാറ് കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ഇവിടെയും ട്രെയിനേഴ്സ് ടോക്കിലൊക്കെ ആയിട്ട്. അപ്പം പുതിയ കുറേ അറിവുകൾ നേടാനായിട്ട് ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും സാധിക്കും. സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയുള്ള ക്ലാസ്സുകളാവുമ്പം കുറച്ചും കൂടെ ഭംഗി കൂടും. അപ്പോൾ നമുക്കിന്ന് സാറിനെ വെൽക്കം ചെയ്യാം. അതുപോലെ മോർണിംഗ് സർക്കിൾ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. സാറെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ഒരു മനോഹരമായ ഒരു പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമുക്കൊരു മനോഹരമായ ഒരു പ്രഭാതം കാണുവാനും അതോടൊപ്പം തന്നെ ഈ മോർണിംഗ് സർക്കിളിൽ നമുക്ക് പങ്കെടുക്കുവാനും സാധിച്ചതിൽ തന്നെ ആദ്യം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി തീരണം. അല്ലെങ്കിൽ ഇത് തന്നെ നമ്മുടെ ഇന്നത്തെ പ്രഭാതത്തില് ഒരു തുടക്കമായിക്കോട്ടെ. ഗ്രേറ്റ്ഫുൾ ആയിട്ട് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഇന്ന് ഈ പ്രഭാതം കാണുവാനും നമുക്ക് ഒരുമിച്ച് കൂടി ഈ മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുവാനും സാധിച്ചത്. ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണുന്ന ദ പർപ്പസ് ബിഹൈൻഡ് എവരി എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇത് എത്ര പേർ വിശ്വസിക്കുന്നു? ആരുടെയും ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടോ? എല്ലാത്തിനും ഒരു കാരണമുണ്ട്, എല്ലാത്തിനും നല്ലൊരു റീസൺ ഉണ്ട്. സംഭവിച്ചത് നല്ലതിനാണ് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് പറയാം. ആരിൽ യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. ഇതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് ചെറിയ ഒരു ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് കടന്ന് ചിന്തിക്കാം. ഇത് ഈ ഒരു മോർണിംഗ് സെഷൻ, അതായത് എൻ്റെ ഈ ടോപ്പിക് ദ പർപ്പസ് ബിഹൈൻഡ് എവരി എക്സ്പീരിയൻസ്, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കുന്ന സമയങ്ങളിൽ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ നോക്കാം. ഞാൻ കടന്നു വന്ന വഴികളില്, കൈപ്പേറിയ വഴികളില് എനിക്ക് ഇന്ന് അത് മധുരമായി തോന്നിയിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ മോർണിംഗ് സെഷൻ. പലപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ട് എന്തിനിത് സംഭവിച്ചു, എനിക്കിതെന്തിന് സംഭവിച്ചു. പക്ഷെ ഇതേ ഒരു ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഇന്നത്തെ എന്റെ സ്ഥാനം ലഭിക്കില്ലായിരുന്നു എന്ന് പിന്നീട് വർഷങ്ങൾ ചിന്തിച്ചവരായിരിക്കാം നാം ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, അല്ലെ? ജീവിത ചില സാഹചര്യങ്ങളിൽ എക്സാം ഫെയിൽ ആയപ്പോൾ, ജോബ് കിട്ടാതിരുന്നപ്പോൾ, ജീവിതം കൈവിട്ടപ്പോൾ, ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, അന്നെല്ലാം നമ്മൾ ചോദിക്കുന്ന ചോദ്യമായി എന്തിനാണ് ഇത് എനിക്ക് സംഭവിച്ചത്. എന്നാൽ പിന്നീട് അതിന് നമുക്കൊരു ഉത്തരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവിച്ചത് നല്ലതിനാണ്. എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമേ കാനഡയിലേക്ക് പോയപ്പോൾ ടൊറന്റോയിലായിരുന്നു. അവിടെ സാധാരണ ഒരു ജോലി ചെയ്താൽ നമ്മുടെ പ്രൊഫഷണലൊന്നും കിട്ടാൻ പ്രയാസമാണ്. സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നാട്ടിൽ വെച്ച് പരിചയമുള്ള ഒരു പുള്ളിയാണ്. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ 5-6 മാസങ്ങൾക്ക് ശേഷം അവൻ വേറൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെയായി. അങ്ങനെ 1 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു. എല്ലാരെയും കാണാൻ വേണ്ടി നാട്ടിൽ വന്നു. തിരിച്ചു പോകുന്നതിന് മുമ്പ് അവൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങ് പോര്, എന്റെ സ്ഥലത്തേക്ക് പോര്, നമുക്ക് ഇവിടെ ജോലി കിട്ടാനൊക്കെ എളുപ്പമാണ്, നിന്റെ പ്രൊഫഷനൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 5-6 മാസം നാട്ടിൽ നിന്നിട്ട് അവന്റെ അടുത്തേക്ക് പോയി. അതായത് ലണ്ടൻ, ഒണ്ടാരിയോയിൽ ലണ്ടൻ എന്ന സ്ഥലത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ എനിക്ക് വലിയ പരിചയവും ഒന്നുമില്ല അവിടെ. അവന്റെ വീട്ടിൽ അവന്റെ വൈഫും ഒരു കുഞ്ഞും ഉണ്ട്. അവന്റെ വീട്ടിൽ ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ.
അതിൽ ലിവിംഗ് റൂമിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസം ഞാൻ അവിടുന്ന് ജോലി അപ്ലൈ ചെയ്തു, ജോലിയൊന്നും ലഭിച്ചില്ല. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന കുറച്ച് സേവിങ് ഒക്കെ തീർന്നു തുടങ്ങി. 2 മാസം ആയപ്പോഴത്തേനൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ മുടി വെട്ടാൻ പോലും കാശില്ലായിരുന്ന സമയങ്ങളിൽ എൻ്റെ പരിചയത്തിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻകാരനാണ് എന്നെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി എൻ്റെ മുടി വെട്ടിത്തന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ പിന്നെ ആ സമയങ്ങളിലെല്ലാം ജോലി അന്വേഷിക്കുന്ന ചിലത് കൈ കിട്ടി. എനിക്ക് ആകെ എക്സ്പീരിയൻസ് ഒരു റെസ്റ്റോറന്റ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, കനേഡിയൻ എക്സ്പീരിയൻസ് എന്ന് പറയാൻ. പല ജോലികൾ അപ്ലൈ ചെയ്തു, ചിലത് ഇന്റർവ്യൂവിന് വിളിച്ചു, ചിലത് കിട്ടിയില്ല, ചിലത് ഇന്റർവ്യൂ അവരെ ഹയർ ചെയ്തിട്ട് അവസാന നിമിഷം കയ്യിൽ നിന്ന് പോയി. ഇപ്പോഴൊക്കെ ആകെ ഒരു പ്രതീക്ഷയുണ്ട്, എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു. സാരമില്ല, അവസാനം ഒരു നല്ലൊരു 12 മണിക്കൂർ ഒരു ജോലി കിട്ടി, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി കിട്ടി. ഇത്ര രൂപയാണ്. അപ്പൊ ഭയങ്കര ആശ്വാസം, കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുമല്ലോ. അങ്ങനെ അവസാന നിമിഷമായപ്പം അതും ഒരു മെഡിക്കൽ ഇഷ്യൂ കാരണം അതും നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ തകർന്നു പോയി. ഇനി എന്ത് ചെയ്യും? കാരണം കയ്യിൽ കാശില്ല, ഒരാളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, പിന്നെ നാട്ടിൽ പൈസ അയക്കണം, ബാധ്യതകൾ കുറെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിവേ പഠിക്കാം. അങ്ങനെ ഞാൻ കോളേജിൽ പോയി. അവിടെ പഠിക്കാൻ നേരം നമുക്ക് ഞാൻ PR ആയി പോയത് കൊണ്ട് തന്നെ ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരും, അതുപോലെ ലിവിങ് എക്സ്പെൻസും തരും. ട്യൂഷൻ ഫീസ് പ്ലസ് ലിവിങ് എക്സ്പെൻസ് നമ്മൾ പിന്നെ അടച്ചാൽ മതി ട്യൂഷൻ ഫീസ്. ഞാൻ വിചാരിച്ചു പഠിക്കാം. കാരണം ഇത്രയും 4 മാസമാണ് ഞാൻ ജോലി ഇല്ലാതെ, കാരണം ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഓരോ കാര്യങ്ങൾക്ക് നടന്നാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അതും വിന്റർ സമയങ്ങളിൽ. അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി. ആ വീട് മാറി, എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ മാറി, സ്റ്റുഡൻസിന്റെ കൂടെ ഞാൻ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ പ്ലേസ്മെന്റ് സമയങ്ങളിൽ എനിക്കൊരു ഇന്റർവ്യൂ വന്നു. ഞാൻ പോയി. അവരെന്നോട് പറഞ്ഞു ജോലിക്ക് കയറി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് ഇപ്പൊ കയറാൻ സാധിക്കില്ല, എന്റെ പ്ലേസ്മെന്റ് കഴിയണം, അപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ പ്ലേസ്മെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ജോലിക്ക് കയറുകയും പ്ലേസ്മെന്റ് തീർന്ന ശേഷം ജോലി എനിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം എനിക്ക് പറയാൻ ഇവിടെ ഉള്ളത്, ഇത്രയും കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോയപ്പോഴും ഞാൻ തളർന്നു പോകാതെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷമാണ്. കാരണം ഞാൻ നാട്ടിൽ ജോലി ചെയ്തത് ഒരു അഡിക്ഷൻ സെന്ററിൽ, അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ലഭിച്ചത് കൊണ്ടാണ്. അപ്പൊ ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് ഒരു ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എനിക്കൊരു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള ഒരു ജോലി ലഭിച്ചിരുന്നത് നന്നായിരുന്നു. പിന്നെ ചിന്തിച്ചു, കാനഡയിൽ എവിടെയാണ് അങ്ങനെ ഒരു ജോലി കിട്ടുന്നത്? പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ജോലി ലഭിച്ചു. ഫുഡും അക്കോമഡേഷനും എല്ലാം ഉൾപ്പെടെ ക്ലയൻസിന്, അതായത് റെസിഡന്റിന്റെ കൂടെ താമസിച്ച് തന്നെ ഒരു ജോലി. അതും ആദ്യം എനിക്ക് ഭയമുണ്ടായിരുന്നു. കാരണം ഒരു കനേഡിയൻ ആൾക്കാരോട് ജീവിക്കുക, അവരുടെ മെന്റാലിറ്റിയും കൾച്ചറും ട്രഡീഷനും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്ത് സംഭവിക്കും, അവര് റേസിസം കാണിക്കും, ഇങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് എന്നെ ജീവിതം കുറേ പഠിപ്പിച്ചു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ 4 മാസം ജോലി ഇല്ലാതെ ഇരുന്ന് ഞാൻ ഒരു ഫാക്ടറിയിലോ ഒരു റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ സ്റ്റക്കായിരുന്നേനെ. എനിക്ക് വളർച്ച അവിടെ ഉണ്ടാവത്തില്ല. കാരണം സർവൈവിങ്ങിന് വേണ്ടി ആ ജോലിയിൽ തന്നെ നിന്ന് പോയേ. അപ്പം ഒന്നിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എനിക്ക് ആ നിമിഷം ആ ജോലി തരാൻ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി. ആ പഠനം എന്നെ ഭാവിയിൽ ഉപകരിച്ചു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് കനേഡിയൻ കൾച്ചറും എല്ലാം മനസ്സിലാക്കുവാനും അവരോട് എങ്ങനെ ഡീല് ചെയ്യണമെന്നും കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകുതി വളർച്ചയ്ക്കും കാരണം ആ സ്ഥാപനമാണ്. അവിടെ നിന്നുകൊണ്ട് വേറെ കാര്യങ്ങൾ പഠിക്കുവാനും സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുവാനൊക്കെ എനിക്ക് സാധിച്ചു. ഇതെപ്പോഴും എനിക്ക് മനസ്സിലായത്, ആ ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്, അന്ന് എനിക്ക് ജോലി കിട്ടാഞ്ഞത് നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. ദൈവത്തോട് നന്ദി പറഞ്ഞതും ആ നിമിഷമാണ്. ഇന്ന്
ഈ നിമിഷം ഈ മോർണിംഗ് സർക്കിളിൽ നിങ്ങളോട് കൂടെ ഇരുന്ന് എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ സാധിച്ചത് ആ അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് കുറെ പാഠങ്ങളും തിരിച്ചറിവുകളും എനിക്ക് ലഭിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന എന്തിനും ഞാൻ നല്ലതായി കാണുമ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കും. നമുക്കും ചിന്തിക്കാം ഒരു നിമിഷം, ഞാൻ ഈ പറഞ്ഞ അനുഭവത്തിൽ പോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവാം. ഒരു നിമിഷം നമുക്കും ചിന്തിക്കാം, ദ പർപ്പസ് ബിഹൈൻഡ് എവരി എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവത്തിനും ഒരു ഉദ്ദേശമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സംഭവിച്ചതിനെ പഴിചാരി എന്തിനിത് സംഭവിച്ചു എന്ന ഓർത്ത് ദുഃഖിക്കുന്നവരാണോ? അതോ സംഭവിച്ചത് നന്നായിരുന്നു, അതെന്റെ വളർച്ചയ്ക്ക് ഒരു ചവിട്ടുപടി ആയിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണോ? നമുക്കൊരു നിമിഷം ആലോചിക്കാം. അതുപോലെ തന്നെ ജീവിതം നമ്മളോട് മുഴുവൻ കഥ ഒരുമിച്ച് പറയുന്നില്ല. ചാപ്റ്റർ ടു ചാപ്റ്റർ ആണ് തുറക്കുന്നത്. എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് തന്നെയാണ്. മുഴുവൻ കഥ നമുക്ക് കാണാൻ മുഴുവൻ കഥ പറഞ്ഞു തീർത്തെങ്കിൽ അതിനൊരു ഭംഗിയില്ലല്ലോ, അല്ലെ? നമ്മളൊരു മൂവി കാണാൻ നേരത്ത് നമ്മൾ വളരെ ആകാംക്ഷത്തോടും ചിലപ്പം കരയും, ചിലപ്പോൾ ചിരിക്കും. അവസാനമാണ് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ക്ലൈമാക്സിലാണ് എന്താണ്, അല്ലെ? ഒരു ഭാഗമായിട്ടാണ് ജീവിതം നമ്മളോട് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒന്നാമതായി, ചില അനുഭവങ്ങളുടെ അർത്ഥം ഉടനെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ചില അനുഭവങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, വേദന നമ്മളെ തകർക്കാനല്ല, മാറ്റാനാണ്. വേദനകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളെ തകർക്കാനല്ല, മാറ്റാനും മോൾഡ് ചെയ്യാനും ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ ലോസ് സംഭവിക്കാം, റിജക്ഷൻ സംഭവിക്കാം, ഫെയില്യൂർ സംഭവിക്കാം, ലോൺലിനെസ് സംഭവിക്കാം. ഈ പെയിൻ എന്തിനാണ്? നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. പെയിൻ നമ്മളെ സ്ട്രോങ് ആക്കുക, വേദനയില്ലാത്ത ഒരു ജീവിതം എളുപ്പമല്ല. പക്ഷെ വേദന പഠിപ്പിക്കുന്ന പാഠം സുഖം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുകയില്ല. നമുക്ക് വീണ്ടും ഒരു കഥയിൽ കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തട്ടിച്ചു നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് അക്ബറും ബീർബലും എന്ന് പറയും, അല്ലെ? അപ്പോ ഒരിക്കൽ അക്ബറും ബീർബലും കൂടി ഇങ്ങനെ നടക്കാനായിട്ട് പോയി. കാട്ടിലൂടെ വേട്ടയാടാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അക്ബറിന്റെ കയ്യില് ഒരു മുള്ളുണ്ട്. ഒരു ചെടിയിൽ തൊട്ടപ്പോൾ, മനോഹരമായ പൂ കണ്ട് തൊട്ടപ്പോൾ മുറിഞ്ഞു. അപ്പൊ ഇങ്ങനെ രക്തം വരുവാനായിട്ട് തുടങ്ങി. അപ്പൊ ബീർബൽ കൈയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാം നല്ലതിന്. ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന അക്ബറിനോട് ബീർബൽ ഇത് പറഞ്ഞപ്പോൾ അക്ബറിന് ഭയങ്കരമായ ദേഷ്യം വന്നു. മുള്ളു കൊണ്ടതും പോരാ, എന്റെ കൂടെയുള്ള ബീർബൽ പറയുന്നു ഇത് നല്ലതിനാണ്. എനിക്കറിയാൻ ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നു എന്ന്. ഈ ദേഷ്യം കാരണം അക്ബർ എന്ത് ചെയ്തു? പോകുന്ന വഴിക്ക് ഒരു പൊട്ടക്കിണർ കണ്ട് അതിലേക്ക് ബീർബലിനെ തള്ളിയിട്ട് എന്നിട്ട് പറഞ്ഞു, എല്ലാം നല്ലതിനാണ്. അങ്ങനെ അക്ബർ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി. മുന്നോട്ട് കുറെ ദൂരം ചെന്നപ്പോൾ കാട്ടുജാതിക്കാർ അവർ ഈ അക്ബറിനെ പിടിച്ചു. അവിടെ രാജാവാണോ എന്തോന്ന് അവർക്കറിയില്ല, അവർക്കത് അറിയേണ്ട കാര്യമില്ല. അവര് ബലി അർപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അക്ബറിനെ പിടിച്ചു, ബലിപീഠത്തിൽ ഇങ്ങനെ കിടത്തി. വെട്ടാൻ തുടങ്ങിയപ്പോൾ ഒരാള് പറഞ്ഞു, അക്ബറിന്റെ കയ്യിൽ കൂടി ചോര ഒലിക്കും. അപ്പൊ പറഞ്ഞു, ഓ, ഈ വ്യക്തിയുടെ കയ്യിൽ ചോര വന്നു. കാരണം സാധാരണ ഈ ബലി അർപ്പിക്കുമ്പോൾ അംഗഭംഗമില്ലാത്തതിനെയാണ് ബലി അർപ്പിക്കുന്നത്. അപ്പൊ ചോര കണ്ടപ്പോൾ അവര് അക്ബറിനെ വെറുതെ വിട്ടു. അപ്പൊ അക്ബർ ചിന്തിച്ചു,
ഈ കൈ മുറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ കൊന്നുകളഞ്ഞു. കൈ മുറിഞ്ഞത് കൊണ്ടാണ് ഇവരെന്റെ എന്നെ ബലി കർപ്പിക്കാതെ വിട്ടയച്ചത്. അങ്ങനെ അക്ബർ ചിന്തിച്ചു, ബീർബൽ പറഞ്ഞത് സത്യമാണ്. ഓടി ബീർബലിന്റെ അടുത്തേക്ക് ഓടി ബീർബലിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി. അപ്പൊ ബീർബൽ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ബീർബലിന്, സാരമില്ല, എല്ലാം നല്ലതിനാണ്. കാരണം എന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ രാജാവിന് പകരം അവരെന്നെ ബലി കർപ്പിച്ചേ. ഇതാണ് നമ്മുടെയും ജീവിതം. എന്തെങ്കിലും അനർത്ഥങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പഴിചാരും. അതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അടുത്തത് എന്താണ് വരുന്നതെന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പഴയാൻ. പക്ഷെ അത് വലിയൊരു അനുഗ്രഹമാവും. എല്ലാം സംഭവിക്കുന്നത് നല്ലതെന്ന് ചിന്തിക്കാൻ പ്രയാസമാണ്, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു, നമ്മുടെ പല അപകടങ്ങളിൽ ചിലവര് ഫ്ലൈറ്റിൽ, ഈ ഇടയ്ക്ക് ഫ്ലൈറ്റിൽ, നാട്ടിലൊരു ഫ്ലൈറ്റിൽ അപകടം ഉണ്ടായത്, ഒരാൾ ഞാൻ വായിച്ചു കേട്ടത് ഇതാണ്, പുള്ളി വരാൻ ഡിലേ ആയി, ഫ്ലൈറ്റ് മിസ്സായി. അതുകൊണ്ട് അയാളുടെ ജീവിതം രക്ഷപ്പെട്ടു, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചിലപ്പോൾ ആ നിമിഷം ഇത്രയും കാശ് മുടക്കി ഞാൻ വന്നത് ഡിലേ ആയല്ലോ, ഇനി എക്സ്ട്രാ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണമെന്നൊക്കെയാണ് വിചാരിച്ചു. പക്ഷെ അത് അപകടത്തിലായപ്പോൾ എന്റെ വലിയൊരു പൈസയെക്കാട്ടിൽ ഉപരി എന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ. അല്ലെ, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെ ശരിയായ രീതിയിൽ കാണുവാനും എൻജോയ് ചെയ്യുവാനും നമുക്ക് പറ്റും. ജീവിതത്തിലെ ചില നോവുകൾ ഭാവിയിലെ വലിയ യെസിന്റെ പ്രിപ്പറേഷനാണ്. പക്ഷെ ആ നിമിഷം നമുക്ക് വേദനകരമാണ്. പക്ഷെ യെസ് എന്ന് കേൾക്കുമ്പോൾ പിന്നീട് അത് വലിയൊരു സന്തോഷമായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്, വേദന നമ്മെ തകർക്കാനല്ല, അത് മാറ്റാനാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇനി അടുത്തത്, എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. നമുക്കറിയാം അല്ലെ, എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. എപ്പോൾ ജോലി കിട്ടണം, എപ്പോൾ വിവാഹം കഴിക്കണം, എപ്പോൾ ഞാൻ സക്സസ് ആവും. ഇവിടെ ജീവിതം പറയുന്നത് സംടൈംസ് യു ഹാവ് ടു വെയിറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. ചില കാര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതൊരു വീക്ക്നെസ് അല്ല. അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വിസ്ഡമാണ്. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ സ്വീകരിക്കുവാൻ പഠിക്കുമ്പോഴാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകും. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ സ്വീകരിക്കുവാൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, മുന്നോട്ട് നോക്കുമ്പോൾ എല്ലാം കണക്ട് ചെയ്യുവാൻ സാധിക്കും അല്ലെ. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ, എനിക്ക് അന്ന് ജോലി കിട്ടാഞ്ഞത്, ഒരു ഫാക്ടറിയിൽ ജോലിയിൽ കിട്ടാഞ്ഞത് കാര്യമായി. അന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് കിട്ടിയില്ല, ഇത്രയും ജോലി, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വേദനാകരമായിരുന്നു. പക്ഷെ എനിക്ക് പുതിയൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നത് ഫാക്ടറി കിട്ടാഞ്ഞത് സാധ്യമായി. കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് സംഭവിക്കാഞ്ഞത് നല്ലതിനായി, അത് സംഭവിച്ചത് എന്റെ വളർച്ചയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഫിയർ ഉണ്ടാകാം. പക്ഷെ നാളെ അതൊരു ക്ലാരിറ്റിക്കും കോൺഫിഡൻസിനും ഗ്രാറ്റിറ്റ്യൂഡിനും ഒരു മുതൽക്കൂട്ടാണ്. ഇന്ന് നമുക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ നാളെ നമ്മുടെ സംഭവിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ശപിക്കുന്ന പല കാര്യങ്ങൾക്കും നാളെ നന്ദിയോടുകൂടി ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയും. കണക്ട് ചെയ്താൽ മാത്രം. നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കണം ഓരോ കാര്യങ്ങളും. നമ്മുടെ പാസ്റ്റിലുണ്ടായ കാര്യങ്ങള് ഇന്ന് പ്രസന്റിൽ ഞാൻ എവിടെ എത്തിയിരിക്കുന്നു, അതിനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. നമുക്ക് എല്ലാവർക്കും ശാന്തമായ ഒരു നിമിഷം കണ്ണടയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്
അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ച തകർച്ച ഇന്ന് എനിക്ക് എത്ര അനുഗ്രഹമായി തീർന്നു. സംഭവിക്കുന്ന ഒരു അനുഭവത്തിനും എന്താണ് എൻ്റെ ജീവിതത്തിലെ ഉദ്ദേശം, അതിനെ ഞാൻ എങ്ങനെ കണ്ടു, അത് എങ്ങനെ എൻ്റെ വളർച്ചയ്ക്ക് ഉപകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവത്തിനും ഒരു ഉദ്ദേശമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവത്തിന് എന്ത് ഉദ്ദേശമാണ് എനിക്ക് ലഭിച്ചതെന്ന് നമുക്കൊരു നിമിഷം ശാന്തമായി കണ്ണുകൾ അടച്ചൊന്ന് ചിന്തിക്കാം. ഓരോ അനുഭവങ്ങളും നമ്മളെ ഷെയ്പ്പ് ചെയ്യുകയാണ്. എന്നെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അനുഭവങ്ങൾ എനിക്കൊരു മാറ്റത്തിന് കാരണമായിട്ടുണ്ടോ? എൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതം റാൻഡം അല്ല, മീനിങ്ലെസ് അല്ല, വേസ്റ്റ് അല്ല. നമ്മൾ കാണുന്നത് ഒരു സീൻ മാത്രം. പക്ഷെ മുഴുവൻ സ്ക്രിപ്റ്റ് നമുക്കിപ്പോൾ അറിയില്ല. ഇന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും വിശ്വസിക്കാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ശരിയായ സമയത്ത് നമ്മൾ തന്നെ പറയും, ഇത് ഒരു കാരണത്തിനായിരുന്നല്ലോ, ഇതൊരു കാരണത്തിനായിരുന്നല്ലോ. സാവധാനം നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ടോപ്പിക്ക്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഈ ടോപ്പിക്ക് നിങ്ങളെ കുറെ പാസ്റ്റിലേക്കും പ്രസന്റിലേക്കും കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. നല്ല നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ലതിനായിരുന്നോ എന്നുള്ളത് നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. ഭഗവത്ഗീതയിലൊരു പറഞ്ഞിട്ടുണ്ടല്ലോ, സംഭവിച്ചതെല്ലാം നല്ലത്, ഇനിയും സംഭവിക്കുന്നതും നല്ലത്, നഷ്ടപ്പെടുത്തുന്നത് ഓർത്ത് എന്തിന് ദുഃഖിക്കുന്നു, നഷ്ടപ്പെട്ടത് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നതാണോ, പിന്നെ നശിച്ചത് എന്തെങ്കിലും നിങ്ങൾ സൃഷ്ടിച്ചതാണോ, നിങ്ങൾ നേടിയതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചതാണ്, നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടുന്ന് നേടിയതാണ്, ഇന്ന് നിങ്ങൾക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടെയോ ആയിരുന്നു, നാളെ അത് മറ്റാരുടെയോ ആകും. മാറ്റം പ്രകൃതി നിയമമാണ്. എന്തർത്ഥവത്തായ കാര്യമാണ്. ശരിക്കും നമ്മളത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ വിഷമിക്കുന്നതും പ്രയാസപ്പെടുന്നതും ഒരു ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് ശരിക്കും സമാധാനം കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇത്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നതും അതുകൂടാതെ നമ്മളിപ്പം വട്ട് യു ടോക്ട് അബൌട്ട്, വട്ട് യു ഡിസ്കസ്ഡ് അബൌട്ട്, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാണ്, അന്ന് അത് അങ്ങനെ സംഭവിച്ചത് നല്ലതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറേയേറെ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഗ്രോത്തും ഒക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ വെരി ഗുഡ്. ആൻഡ്
തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വണ്ടർഫുൾ മെസ്സേജ്. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഗുഡ് മോർണിംഗ് അബി സർ. ഗുഡ് മോർണിംഗ് മാം. സാറിന്റെ ഞാൻ ക്ലാസ്സസ് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നും ഐ ജസ്റ്റ് ചെക്ക്ഡ് ഹൂ ഈസ് സ്പീക്കിംഗ്. നോട്ട് ദാറ്റ് ഐ വിൽ മിസ് അതേഴ്സ്, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യുവേഴ്സ്. സോ അങ്ങനെ ഞാൻ കയറിയതാണ്, പെട്ടെന്ന് കണ്ടിട്ട് കയറിയതാണ്. കുറച്ച് തിരക്കാണ് വീട്ടില്. Then very wonderfully presented, sir. You always make us think. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്ന മാതിരി ഓൺലി ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡിന് നമ്മൾ മനസ്സ് തകരാതെ വി നീഡ് ടു ഗോ. മോസ്റ്റ് ഓഫ് us what we lose our heart, we take drastic steps. അത് അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നമുക്ക് ആ ടൈമിൽ ഫീൽ ചെയ്യണം. ബിക്കോസ് സർ പറയുന്ന മാതിരി ഫ്രം ഹൗ യു സ്ട്രഗിൾഡ് ഇൻ യുവർ ഇനീഷ്യൽ സ്റ്റേജസ് എല്ലാവർക്കും ഉണ്ടാവും. All of us are not. One thing I would like to say is all of us are not that lucky. Anyway, we say that God has given things to be done at a particular point of time എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടണം. അതിനെ അണ്ടർഗോ ചെയ്ത് കം ഔട്ട് ഇൻ എ ബെറ്റർ വേ. വി ഡോണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. ആ വെയിറ്റിംഗ് ഇല്ലാത്ത കൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. Anyway, your experience is a very, very positive way. It worked out. So it was very informative, sir. And it gives us, what to say, to strength to suffer or undergo what we are destined to undergo. Thank you very much. It was a mind-blowing session, sir. Thank you. Thank you, ma'am. ഗുഡ് മോർണിംഗ് അബി സാർ. ഗുഡ് മോർണിംഗ് അനസ്. സാർ പറഞ്ഞ വാക്കുകൾ വളരെ സത്യം, അർത്ഥവത്തായ വാക്കുകൾ തന്നെയാണ്. നമ്മള് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സാർ പറഞ്ഞപ്പോ നേരെ പിന്നിലേക്കാണ് പോയത്. വൈഫ് ഇതുപോലെ പ്രസവ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് അർജന്റായിട്ട് സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന അവിടെയായിരുന്നു. അപ്പോ എനിക്ക് അതിനോട് കുറച്ച് ആ ഒരു തീരുമാനത്തോട് വിയോജിപ്പ് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തരാമെന്ന്. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു അതിനുള്ള പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. 2-3 ഡേയ്സിൽ അവിടെ ഡെലിവറി നടന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കുട്ടി NICU കിടക്കേണ്ടി വന്നു. ഏകദേശം ഒരു 10-16 ദിവസം NICU കിടന്നു. പക്ഷെ അവിടെ ഞാൻ പറയുമ്പോ ഞാൻ ജീവിതത്തിൽ അത്രയും ദിവസങ്ങൾ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്ന ദിവസങ്ങൾ വേറെ ഉണ്ടായിട്ടില്ല. നമ്മള് ജോലിക്ക് പോകുന്നു. ഞാൻ പഠനം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തുടങ്ങിയ കാലം മുതൽ ഒരു എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. നമുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല. അഥവാ നമ്മ എന്തെങ്കിലും ഒരു ആവശ്യം, മാരേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീവ് എടുത്താലും അവിടെയും പോയിട്ട് വർക്ക് ചെയ്യാണ്. ഓരോ കാര്യങ്ങൾക്ക് അവിടെ ഓടി നടക്കുക. വീട്ടിൽ എന്താവശ്യങ്ങളൊന്നും അവിടെ ഓടി നടക്കുക. ലീവ് എടുക്കുന്നുണ്ടെങ്കിലും ഇതാണ് അവസ്ഥ. ഇനിയിപ്പോ ട്രിപ്പ് പോകുകയാണെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുക. ടെൻഷൻ കാര്യങ്ങളും എല്ലാം നടക്കുക. ഇത് ഈ ഹോസ്പിറ്റലിൽ ഇരുന്ന ആ ഒരു 10-16 ദിവസം മാക്സിമം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവിടെയുള്ള ഒരുപാട് എന്നെ പോലെ NICU കുട്ടികൾ കിടക്കുന്ന അച്ഛന്മാരുമായിട്ടും അമ്മമാരുമായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ടായി. അതുപോലെ ഒരുപാട് ആള് നമ്മ അവിടെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫുൾ മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലേ ഓരോ സ്ലിപ്പ് ഡോക്ടർ എഴുതി കൊടുത്തു കഴിഞ്ഞാല് ഇന്നോടത്ത് ചെന്നിട്ട് സീല് വെക്കണം. അത് കഴിഞ്ഞാൽ വേറൊരിടത്ത് കൊണ്ടുപോയിട്ട് അത് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അത് വാങ്ങിക്കണം, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് ആദ്യമായിട്ട് ചെല്ലുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവിടെ സ്ഥിരമായതുകൊണ്ട് നമ്മൾക്ക് അത് ഫുൾ ഈസി ആയിരുന്നു. അപ്പോ
ചില സമയത്ത് നമ്മ എന്ത് ചെയ്യും, അമ്മമാരെ നമ്മൾ തന്നെ വാങ്ങിച്ചതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. നല്ല പ്രായമായവർക്കൊക്കെ നമ്മൾ ഹെൽപ്പ് മെന്റാലിറ്റി ആ സമയത്ത് നമ്മളെ ഉള്ളിനുള്ളിലുണ്ടായിരുന്ന ആ മെന്റാലിറ്റി കറക്റ്റ് പുറത്തേക്ക് എടുക്കാനും പറ്റി. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അമ്മമാർ ഇതുപോലെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷമൊക്കെ പറയും. നല്ല മോനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിടും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴാണ് ശരിക്കും അത് ആസ്വദിക്കണത്. അന്ന് അവിടെ ഞങ്ങള് ഏകദേശം ഒരു 10-12 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ഈ അച്ഛന്മാരുടെ. എന്തായാലും വളരെയധികം സന്തോഷം. ഞാൻ ഇപ്പോഴും പറയാണ്, അത് നമുക്ക് എന്തൊരു ജീവിതത്തിലൊരു ബുദ്ധിമുട്ടായിട്ടൊരു അനുഭവം വന്നാലും അതിന്റെ പിന്നിലൊരു സത്യമുണ്ട്, അതിന്റെ പിന്നിലൊരു നല്ലത് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. ഹലോ. ഹലോ. ഹലോ സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ഇന്ദിര. സാറ് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിനെയും സന്ദർഭത്തിനെയൊക്കെ ശവിക്കാറാണല്ലേ. എനിക്ക് എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നത്, അല്ലെങ്കിൽ എനിക്ക് അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ ജനിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള പല സാഹചര്യങ്ങൾ നമുക്ക് പല പല എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ദൈവം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അതിന് പിന്നിൽ നല്ലൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മളുടെ കരിയറിലോ ജീവിതത്തിലും ഒക്കെ നമ്മൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾക്ക് ഓരോ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് പഠിപ്പിക്കുന്നതാണ് അല്ലേ. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നതല്ലാതെ അയ്യോ ഞാൻ എനിക്ക് അങ്ങനെ ഉണ്ടായതിന് ഞാൻ ഒരിക്കലും ശപിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നുള്ളതാണ് അല്ലെ. പലപ്പോഴും നമ്മൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. അപ്പം ഓരോ അനുഭവത്തിനും പിന്നിൽ എന്തെങ്കിലും ദൈവം ഒന്ന് നിയോഗിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നമ്മളുടെ നല്ലതിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവാനായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയായാലും നമ്മൾക്ക് വരുന്ന ഓരോ അനുഭവത്തിനും ഓരോ സാഹചര്യങ്ങൾക്കും അത് നമ്മളെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സോ നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളെയും നമ്മൾ ശപിക്കുന്നതിന് പകരം നമ്മൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നപ്പോൾ നമ്മളിലുണ്ടായ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, ആ ഒരു നമുക്ക് ഓരോ സാഹചര്യത്തിനെ തരണം ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടുക എന്നുണ്ടല്ലോ, അതിനെ നമ്മൾ ഉൾക്കൊള്ളാനും ആ ഒരു സാഹചര്യത്തിനെ മറികടക്കാനുള്ള ആ ഒരു ധൈര്യം കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. സാറിന്റെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ഇന്ദിര മാം. ഓക്കെ, നമുക്ക് വേറെ ഫീഡ്ബാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കും ഒരു സജഷൻസോ ഒപ്പീനിയനോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഹലോ. ഓക്കെ, ഇനി ആർക്കും ഹലോ പറഞ്ഞോളൂ മാം. ഇല്ല ഞാൻ പറയാൻ വന്നത് ആർക്കൊന്നും പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാമെന്നുള്ളത് പറയാൻ വരുന്നത്. അതെ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അഭിസാറിന്റെ ക്ലാസ്സുകൾ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ കുറെ ബാക്കിലേക്ക് ഇങ്ങനെ പോയി പറയുമ്പോഴാണ് നമുക്ക് അതൊക്കെ ഓർക്കണതും തിരിച്ചറിവ് ഉണ്ടാവണതും. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, കുറെ ഇങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയി. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
Thank you very Bye. much. Have a nice Thank day. you all. Yes, Have a good day. have a good day. Bye. Thank you, sir.